അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഏറെ കേൾക്കുന്നതും എന്നാൽ വേണ്ടത്ര ഗൗരവത്തോടെ ശ്രദ്ധിക്കാത്തതുമായ ഒരു കാര്യമാണ് കണ്ണേറ്. പലപ്പോഴും വിട്ടുമാറാത്ത രോഗങ്ങൾക്കും കച്ചവടത്തിലെ തകർച്ചയ്ക്കും കുടുംബത്തിലെ അശാന്തിക്കും പിന്നിൽ ഈ കണ്ണേറ് ഒരു കാരണമാകാറുണ്ട്. എന്താണ് ഇസ്ലാമിക ദൃഷ്ടിയിൽ കണ്ണേറ്? ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന മാതൃകകൾ എന്തൊക്കെയാണ്? ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളത് വിശദമായി ചർച്ച ചെയ്യുന്നു. കണ്ണേർ എന്നത് കേവലമൊരു അന്ധവിശ്വാസമല്ല, മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, കണ്ണേറ് സത്യമാണ്. വിധിക്ക് അതീതമായി വല്ലതുമുണ്ടായിരുന്നുവെങ്കിൽ അത് കണ്ണേറാകുമായിരുന്നു. സ്വഹീഹ് മുസ്ലിം. മറ്റൊരാളിലെ അനുഗ്രഹങ്ങൾ കാണുമ്പോഴുണ്ടാകുന്ന അസൂയ കലർന്ന നോട്ടം ആ വ്യക്തിക്ക് ശാരീരികമായും മാനസികമായും പ്രയാസങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്നു. ഇത് അല്ലാഹുവിന്റെ അനുമതിയോടെ സംഭവിക്കുന്ന ഒന്നാണ്. മറ്റൊരാളുടെ സൗന്ദര്യമോ സമ്പത്തോ മക്കളുടെ വളർച്ചയോ കണ്ട് മാഷാ അല്ലാഹ് എന്നു പറയാതെ അത്ഭുതപ്പെടുകയും അസൂയപ്പെടുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും കണ്ണേറ് സംഭവിക്കുന്നത്. നമുക്കോ നമ്മുടെ മക്കൾക്കോ കണ്ണേറ് ബാധിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? പ്രത്യേകമായ കാരണങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് രോഗബാധിതനാവുക, എപ്പോഴും ക്ഷീണവും ഉറക്കവും തോന്നുക, ആരാധനാ കർമ്മങ്ങളിൽ മടി കാണിക്കുക, അകാരുമമായ ഭയം, വീടിനുള്ളിൽ സമാധാനക്കുറവ് അനുഭവപ്പെടുക എന്നിവയൊക്കെ കണ്ണേറിന്റെ ലക്ഷണങ്ങളായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിൽ വെച്ച് മുഖത്ത് കറുത്ത പാടുള്ള ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞു, അവൾക്കുവേണ്ടി നിങ്ങൾ റുക്യ നടത്തുക, അവൾക്ക് കണ്ണേറ് ബാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള പരിഹാരങ്ങൾ പരിശോധിക്കാം. കണ്ണേറിൽ നിന്ന് രക്ഷ നേടാൻ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നതാണ്. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ പതിവാക്കുക. പ്രത്യേകിച്ച് ആയത്തുൽ കുർസിയും സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നിവയും 3 തവണ വീതം ഓതുന്നത് കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും കാവൽ നൽകുന്ന ഏറ്റവും വലിയ പ്രതിരോധമാണ്. മറ്റൊരാളുടെ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ നമ്മൾ എപ്പോഴും മാഷാ അല്ലാ വലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്നു പറയാൻ ശീലിക്കണം. ഇത് ആ വ്യക്തിയെ നമ്മുടെ കണ്ണേറിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും. കണ്ണേറ് ബാധിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഹദീസുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. ആരുടെ കണ്ണാണോ തട്ടിയത് എന്നറിയാമെങ്കിൽ ആ വ്യക്തിയെക്കൊണ്ട് വുളു ചെയ്യിപ്പിക്കുകയും ആ വെള്ളം ഉപയോഗിച്ച് കണ്ണേറ് ബാധിച്ച ആൾ കുളിക്കുകയും ചെയ്യുന്നത് ശമനം നൽകുന്ന രീതിയായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഖുർആൻ സൂക്തങ്ങൾ ഓതി മന്ത്രിക്കുന്നതും വളരെ ഫലപ്രദമാണ്. എന്നാൽ അന്ധവിശ്വാസപരമായ കാര്യങ്ങളോ ഇസ്ലാമിന് വിരുദ്ധമായ നൂലുകളോ തകിടുകളോ ഇതിനായി ഉപയോഗിക്കാൻ പാടില്ല എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ അമിതമായി പ്രദർശിപ്പിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയകളിൽ നമ്മുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് മറ്റുള്ളവരിൽ അസൂയയുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ഓർക്കുക. എപ്പോഴും അല്ലാഹുവിനോട് സംരക്ഷണം ചോദിക്കുക. അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. കണ്ണേറിൽ നിന്ന് നമ്മുടെ മക്കളെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ചില പ്രത്യേക പ്രാർത്ഥനകൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. തന്റെ പേരമക്കളായ ഹസൻ, ഹുസൈൻ എന്നിവർക്കുവേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു: അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മത്തിൻ. എല്ലാ പിശാചുക്കളിൽ നിന്നും വിഷജന്തുക്കളിൽ നിന്നും ഉപദ്രവകാരിയായ എല്ലാ കണ്ണേറുകളിൽ നിന്നും അല്ലാഹുവിന്റെ പൂർണ്ണമായ വചനങ്ങളെക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാവൽ തേടുന്നു. നമ്മുടെ കുട്ടികൾക്കുവേണ്ടി ഈ പ്രാർത്ഥന പതിവാക്കുന്നത് അവരെ ദൃഷ്ടിദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഏറെ സഹായിക്കും. മാത്രമല്ല, ഒരാൾ തന്നെക്കുറിച്ചു തന്നെ അമിതമായി അത്ഭുതപ്പെടുകയോ അല്ലെങ്കിൽ സ്വന്തം കണ്ണേറ് തന്നെ തനിക്ക് ബാധിക്കുമെന്ന് ഭയപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ഫീഹി, അല്ലാഹുവേ ഇതിൽ ബർക്കത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. സ്വന്തം നേട്ടങ്ങളിൽ അഹങ്കരിക്കാതെ അവ അല്ലാഹുവിന്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ സുരക്ഷ. കണ്ണേറ് തടയാൻ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട ചില മുൻകരുതലുകൾ കൂടി നാം ശ്രദ്ധിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനം അല്ലാഹുവിനെക്കുറിച്ചുള്ള സ്മരണയാണ്.
നാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും തിരികെ കയറുമ്പോഴും ദിക്റുകൾ ചൊല്ലുക. വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നത് പിശാചിന്റെയും കണ്ണേറിന്റെയും ഉപദ്രവങ്ങൾ ഒഴിവാക്കാൻ കാരണമാകുമെന്ന് ഹദീസുകളിൽ കാണാം. സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭക്ഷണത്തിന്റെ ചിത്രങ്ങൾ, ആഡംബര യാത്രകൾ, മക്കളുടെ മനോഹരമായ നിമിഷങ്ങൾ എന്നിവ നിരന്തരം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. എല്ലാ കണ്ണുകളും സ്നേഹത്തോടെയാകില്ല നമ്മെ നോക്കുന്നത്. അസൂയയോടെയുള്ള ഒരു നോട്ടം പോലും നമ്മുടെ ജീവിതത്തിലെ സമാധാനം നശിപ്പിക്കാൻ കാരണമായേക്കാം എന്ന് നാം തിരിച്ചറിയണം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് പറഞ്ഞ ഒരു ഉപദേശമുണ്ട്: നിങ്ങൾ ഒരൊറ്റ വാതിലിലൂടെ പ്രവേശിക്കാതെ വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കണമെന്ന്. ഇത് മറ്റുള്ളവരുടെ ദൃഷ്ടി പതിയാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലായിരുന്നു എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണേറു ബാധിച്ചാൽ ഉടൻ തന്നെ സിഹ്റാണെന്നോ വാരണമാണെന്നോ കരുതി പേടിച്ച് അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകരുത്. പകരം ഖുർആനിക ചികിത്സയായ റുഖിയ ശരഇയ്യയിൽ വിശ്വസിക്കുക. ഉറങ്ങുന്നതിനു മുൻപ് കൈവെള്ളയിൽ ഹുൽ സൂറത്തുകൾ ഓതി ദേഹമാകെ തടവുന്ന പ്രവാചകചര്യ നമുക്ക് മാതൃകയാക്കാം. അല്ലാഹുവിന്റെ കൽപ്പനയില്ലാതെ ഒന്നും നമ്മെ ബാധിക്കില്ലെന്ന ഉറച്ച വിശ്വാസം, തവക്കുൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അതുവഴി അല്ലാഹുവിന്റെ സംരക്ഷണം നേടിയെടുക്കാനും നമുക്ക് സാധിക്കട്ടെ. നാം ജീവിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ കണ്ണേർ എന്ന വിഷയം കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ ഒരു വ്യക്തിയുടെ വിശേഷങ്ങൾ ആ നാട്ടിലെ കുറച്ചുപേർ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂവെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നിമിഷങ്ങൾക്കകം ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് നമ്മുടെ ഓരോ സന്തോഷങ്ങളും എത്തുന്നത്. നമ്മുടെ മക്കളുടെ മനോഹരമായ ചിത്രങ്ങൾ, നാം കഴിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം, പുതിയതായി വാങ്ങിയ വാഹനം അല്ലെങ്കിൽ വീട്, ഇവയൊക്കെ സ്റ്റാറ്റസുകളായും പോസ്റ്റുകളായും നാം പങ്കുവയ്ക്കുമ്പോൾ അത് കാണുന്ന എല്ലാവരും ഒരേ മനസ്സോടെയാകില്ല അത് സ്വീകരിക്കുന്നത്. ആഗ്രഹിച്ചിട്ടും ഇത്തരം സൗകര്യങ്ങൾ ലഭിക്കാത്തവർ, കഠിനമായ ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ, മക്കളില്ലാത്ത വിഷമത്തിൽ കഴിയുന്നവർ എന്നിവരൊക്കെ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ അറിയാതെ പോലും ഒരു നെടുവീർപ്പോ അസൂയ കലർന്ന നോട്ടമോ അവരിൽ നിന്നുണ്ടായേക്കാം. ഇത് പലപ്പോഴും ദൃഷ്ടിദോഷമായി ഭവിക്കാറുണ്ട്. അതുകൊണ്ടുതന്നെ അനാവശ്യമായ പ്രദർശനങ്ങൾ ഒഴിവാക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മിൽ നിന്നും മറ്റൊരാൾക്ക് കണ്ണേറേൽക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക എന്നതാണ്. ഒരാളുടെ പക്കൽ നമുക്കിഷ്ടപ്പെട്ട ഒരു കാര്യം കണ്ടാൽ ഉടൻ തന്നെ മാഷാ അല്ലാഹ് എന്നു പറയാൻ ശീലിക്കുക. അസൂയ എന്നത് വിശ്വാസിയുടെ നന്മകളെ തീവിറകിനെ എന്ന പോലെ ദഹിപ്പിച്ചു കളയുന്ന ഒന്നാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കാനും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം. കണ്ണേറിനെ ഭയന്ന് എപ്പോഴും ആകുലപ്പെടുകയല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്. മറിച്ച് അല്ലാഹുവിനെക്കുറിച്ച് നല്ല വിചാരമുണ്ടായിരിക്കുക. അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ഒരു ഉപദ്രവവും എന്നെ ബാധിക്കില്ല എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം. എല്ലാ ദിവസവും കൃത്യമായി സുബ്ഹിക്കു ശേഷവും മഗ്രിബിനു ശേഷവുമുള്ള ദിക്റുകൾ ചൊല്ലുന്ന ഒരാൾക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണ കവചം ലഭിക്കുമെന്നുറപ്പാണ്. ചുരുക്കത്തിൽ, കണ്ണേറെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് അല്ലാഹുവിന്റെ സംരക്ഷണം. അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകാതെ, ശിർക്കൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ, പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പഠിപ്പിച്ച വഴികളിലൂടെ നമുക്കിതിനെ പ്രതിരോധിക്കാം. അല്ലാഹു നമ്മുടെ ഉള്ളിലെ അസൂയയെ നീക്കം ചെയ്യട്ടെ. നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും അല്ലാഹു സമാധാനവും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. കണ്ണേറും സിഹറും ഒന്നല്ല. സിഹർ എന്നത് പിശാചിനെ കൂട്ടുപിടിച്ച് മറ്റൊരാളെ ദ്രോഹിക്കാൻ ചെയ്യുന്ന മനഃപൂർവമായ പ്രവർത്തനമാണ്. എന്നാൽ കണ്ണേർ അങ്ങനെയല്ല. നമ്മുടെ ഒരു നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരാളുടെ സൗന്ദര്യത്തെയോ കഴിവുകളെയോ പുകഴ്ത്തുമ്പോൾ ബാറക്കല്ലാഹ് എന്ന് കൂട്ടിപ്പറയണം എന്ന് പഠിപ്പിക്കുന്നത്. അത് ആ പുകഴ്ത്തലിൽ നിന്ന് വരാനിടയുള്ള ദോഷത്തെ തടയുന്നു. ഇന്ന് പലരും കണ്ണേർ മാറ്റാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിക്കാത്ത പല വഴികളും സ്വീകരിക്കുന്നത് കാണാം. ശരീരത്തിൽ ചരടുകൾ കെട്ടുന്നതും വീടിനു മുന്നിൽ വിരൂപമായ രൂപങ്ങൾ തൂക്കുന്നതും മന്ത്രവാദികളുടെ പക്കൽ പോയി തകിടുകൾ എഴുതി വാങ്ങുന്നതും ഇസ്ലാമികമല്ല. ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും നമ്മെ ശിർക്കിലേക്ക് എത്തിച്ചേക്കാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഖുർആനിക സൂക്തങ്ങളും ദിക്റുകളും മാത്രമാണ് യഥാർത്ഥ സംരക്ഷണം നൽകുന്നത്.
അല്ലാഹുവിന്റെ കലാമിനേക്കാൾ വലിയൊരു മരുന്നും സംരക്ഷണവും ഈ ലോകത്തില്ല എന്ന് നാം ഉറച്ചു വിശ്വസിക്കുക. ശാസ്ത്രീയമായി ചിന്തിച്ചാൽ പോലും മനുഷ്യന്റെ കണ്ണുകൾക്ക് പ്രത്യേകമായൊരു ഊർജ്ജമുണ്ടെന്ന് പല ഗവേഷകരും പറയുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ അസൂയയും ദേഷ്യവും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അതവരുടെ ശരീരത്തെയും മനസ്സിനെയും പ്രതികൂലമായി ബാധിക്കാം. ഇതിനെയാണ് നാം കണ്ണേർ എന്നു വിളിക്കുന്നത്. അല്ലാഹു നമ്മുടെ ഉള്ളിലെ അസൂയയെ നീക്കം ചെയ്യട്ടെ. നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും അല്ലാഹു സമാധാനവും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ശത്രുക്കളുടെ ശർറുകളിൽ നിന്നും കണ്ണേറുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.